ചെറുക്കന്റെ കത്തെടുത്താണ് ഒരു തീക്കുനെ കൊണ്ട് കളയുന്നത്. നിനക്ക് ബോധം വെക്കണോ ഇല്ലാതായോ? ഇപ്പൊ കാര്യങ്ങൾ മുഴുവൻ വഷളായി. ചെറുക്കൻ എവിടാണെന്ന് കണ്ടുപിടിക്കാനുള്ള വാലോ തുമ്പോ ഉണ്ടായിരുന്ന കത്ത നീ കൊണ്ട് കത്തിച്ചു കളഞ്ഞു. അതെടുത്തു കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു. അങ്ങനെ പ്രശ്നം തീരത്തില്ല. അതെന്താ തീരാത്തെ? ആ പോലീസുകാരന്റെ വായെങ്കിലും അടപ്പിക്കായിരുന്നു. വായിച്ചോക്ക്. ഇതല്ലേ നീ കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞത്? എന്റെ കുട്ടിച്ചായി കത്ത് അവര് വായിച്ച കുഴപ്പാ. എന്തു കുഴപ്പം? ഇതൂടെ നോക്ക്. ഇതും കറിയാട് കത്തല്ലേ? അതെ. ഇതെപ്പോഴാണ് അവൻ എഴുതിയത്? എപ്പോഴാ എഴുതിയേ? ഇതെനിക്ക് അപ്പുറത്ത് മുറിന്ന് കിട്ടിയതാ. ഇത് രണ്ടിലും ഒന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ വന്നു? ഇതും കൂടെ വായിച്ചോക്ക്. ഇത് നമ്മുടെ തൊമ്മയുടെ കൈപ്പിടല്ലേ? ആ, ഇത് മൂന്നും എഴുതിയത് ഒരാളാ. എന്നാ അതിച്ചല്ല. ഇതെല്ലാം എനിക്ക് തൊമ്മിയുടെ മുറിന്ന് കിട്ടിയതാ. ഇതെല്ലാം എഴുതിയത് അവനാ. ഇച്ചയുടെ പേരിൽ കത്ത് എഴുതി നമ്മളെല്ലാം പറ്റിച്ചോണ്ടിരുന്ന അവനായിരുന്നു. എന്നാ പിന്നെ എന്തിനാ കുട്ടിച്ച ഇച്ചയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാമോ നമ്മുടെ കൂടെ വന്നത്? ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും വേറെ കത്തൊന്നും വന്നിട്ടില്ല അല്ലേ? ഇല്ല സാർ. ഈ വന്ന കത്തുകളൊക്കെ എവിടെ നിന്നാണെന്നോ അങ്ങനെ എന്തേലും? സീല് നോക്കി അറിയാൻ പറ്റും, പക്ഷെ അതിപ്പോ അങ്ങനെ നോക്കാറില്ല. ശരി, ഇനി കത്ത് വന്നാ കൊണ്ടുപോയി കൊടുത്തേക്കരുത്. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരണം. ആ ശരി സാർ. വിട്ടോ. ഇന്ന് തുറന്നില്ലേ? ഇങ്ങ വന്നേ. ഓ ആ, നിങ്ങളെ തന്നെ. ഈ കട എന്നാ തുറക്കാത്ത? ഇന്നലെ വൈകുന്നേരം നേരത്തെ അടച്ചു പോയ സാർ. പൗലോസേ, ആ റേഷൻ കടയിലെ പുരുഷനെങ്കിൽ വിളിച്ചേ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ അടച്ചിടാറുണ്ടോ? ഇല്ല സാറേ, ഞായറാഴ്ച മാത്രമേ അടച്ചിടാറുള്ളൂ. ആ എന്നാണ്ട്? എന്താണ് നിങ്ങളുടെ അയൽവാസി എന്ന് വീട്ടിൽ നിന്ന് വെളിയിലൊന്നും ഇറങ്ങിയില്ലേ? വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറേ രണ്ടുപേരും കൂടി ടൗണിലേക്കുള്ള ബസ്സിൽ കയറി പോകണം. രണ്ടാളും? മരുമോളും കൂടെ ഉണ്ട്. എത്ര? 30. നിങ്ങൾ വരുന്ന വിവരം ലീൻ അറിയില്ലായിരുന്നു? ഇല്ല, ഞങ്ങള് ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ എവിടെയാന്നാ പറഞ്ഞേ? കൃത്യമായിട്ട് അറിയില്ല സാർ. കളക്ടറുടെ ഇനീഷ്യേറ്റീവ് ഉള്ള ഒരു ഫംഗ്ഷൻ എന്ന് എന്നോട് പറഞ്ഞുള്ളൂ. ഓ, അതുകൊണ്ടാ ക്ലാസ് ടെസ്റ്റ് നടക്കുന്ന സമയമായിട്ടും ലീനിന് പോകാൻ ഞാൻ പെർമിഷൻ കൊടുത്തത്. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഹീസ് ദ ഫേസ് ഓഫ് ദിസ് കോളേജ്. എന്നതാ സാറേ? അവരൊരു VIP എവിടെ? ഇല്ല സാർ, എടുക്കുന്നില്ല. എടുക്കുന്നില്ലേ? ഏതായാലും വന്നതല്ലേ, ലീനെ കണ്ടിട്ട് പോയാൽ മതി. വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നോളൂ. ഷഹന, ശോധം. ഓക്കെ സാർ. ശരി. സാർ, യെസ്. വിരോധമില്ലെങ്കിൽ ഞങ്ങൾ അവന്റെ ഹോസ്റ്റൽ റൂമിലൊന്ന് വെയിറ്റ് ചെയ്തോട്ടെ? ആയിക്കോട്ടെ. മുറിയാകെ വൃത്തിയായി കിടക്കുക. പയ്യന്മാരുടെ മുറിയാണ്. പണ്ട് ഒറ്റയ്ക്കായിരുന്നു വരവും പോക്കൊക്കെ, ഇപ്പൊ ഫുൾ ഫാമിലി ഉണ്ട്. ആ, കല്യാണം ഉറപ്പിച്ചാണോടാ? ഉറപ്പാ. ഷാന, എന്റെ പേരൻസ് ആണോ? അല്ല, ലീൻ്റെ. ഒളിച്ചോടി
കുഴപ്പത്തില്ലെന്ന് ഉറപ്പായി. പേരൻസ് കൂടെ ഉണ്ടല്ലോ. ലീവില്ലാത്ത ദിവസത്തെ നോട്ട് കൊടുക്കാൻ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. മോളെ ഇത് സക്കരയല്ലേ? ഇതെങ്ങനെ ഇത്? അതെല്ലോ. ഇച്ച ഇവിടെ വന്നായിരുന്നോ? ഇല്ല, എൻ്റെ അറിവിൽ. ഇവൻ എന്തിനാ ഇച്ച ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കണേ? എന്തിനാ പൊട്ടിച്ചാ? നിങ്ങൾ തമ്മിൽ എന്താ ഉള്ളതെന്ന് ഞാൻ ചോദിക്കണില്ല. നോട്ട്സിന്റെ കഥയൊന്നും പറയണ്ട. ഈ കാണുന്നതൊന്നും നമ്മൾ അറിയണ തൊമ്മിയുടെ മുറിയല്ല. നിനക്ക് അവനെ പറ്റിയോ അവന്റെ അപ്പനെ പറ്റിയോ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് തുറന്നു പറ. ഇപ്പോ എന്നോടൊന്നും പറയാനില്ല. ഒഴിഞ്ഞൊഴിഞ്ഞ് നടക്കും. ഇപ്പോൾ പുതിയ കുറെ ഫ്രണ്ട്സും ഉണ്ട്. ആര്? ഞാനിപ്പോ മോളെ ഇതേ സക്കറിയാടെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു കടലാസ. ഇത് എവിടുത്തെ പരിപാടിയാ? ഇത് ഗോവയല്ലേ? ഗോവയില് പരിപാടി ഉണ്ട്. ശരിയാ, അത് 9-ാം തീയതിയാ. അപ്പൊ ഇന്ന് എത്രാം തീയതി? 8-ാം തീയതി. 8-ാം തീയതി. അത് നവംബർ 9. അപ്പൊ നാളെയാണല്ലോ.